ഞങ്ങളുടെ ആദ്യ കൊട്ടിയൂർ യാത്ര, വൈശാഖ മാസത്തിലെ കൊട്ടിയൂർ യാത്ര, ആദ്യമായിട്ടുള്ള യാത്രയാണിത്. ഒത്തിരി കാലം കൊണ്ട് ആഗ്രഹിക്കുന്നതാണ് വൈശാഖ മാസത്തിൽ കൊട്ടിയൂർ പോകണമെന്നുള്ളത്. പക്ഷേ ഇതുവരെ സാധിച്ചില്ല. ഇപ്രാവശ്യം സാധിച്ചു. ആദ്യം മുതലേ ഞങ്ങൾ അമ്പലം ഒരു മാസം 3 ആഴ്ച കണ്ട് ലേഡീസിന് പ്രവേശനമുള്ള അവിടെ. ആ സമയം മുതലേ ഞങ്ങളിങ്ങനെ പോകണം എന്ന് വെച്ച് പലരെയും കൂട്ട് വിളിച്ചെങ്കിലും അവസാനം വരെ ആ പകുതിക്കുള്ളിൽ ദിവസങ്ങളായതൊക്കെ ആരെയും കൂട്ട് കിട്ടിയില്ല. വിളിക്കുന്നവർക്കൊക്കെ പല അസൗകര്യം കൊണ്ട് അവർ മാറ്റി വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു കണ്ണമംഗലത്തുള്ള അരുൺ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ കൊട്ടിയൂർ യാത്രയെക്കുറിച്ച് ഇട്ടപ്പോൾ ഒരു 4 ട്രിപ്പായിട്ടാണ് കൊട്ടിയൂർ പോകുന്നത്. അത് 1ഉം 2ഉം ട്രിപ്പിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. 3ാമത്തെ ട്രിപ്പിന് തൊട്ട് മുമ്പായിട്ടാണ് ഞങ്ങളത് കാണുന്നത്. അപ്പോൾ അതിനും പോകാൻ പറ്റിയില്ല. അങ്ങനെ പോയാൽ 4ാമത്തെ ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. 4ാമത്തെ ട്രിപ്പെന്ന് പറഞ്ഞാൽ അമ്പലം അടയ്ക്കുന്ന ദിവസവും അതിൻ്റെ തലേ ദിവസമാണ് 4ാമത്തെ ട്രിപ്പ് വന്നത്. അപ്പം അതിന് പോകാമെന്ന് വെച്ചാൽ അന്നേരം തന്നെ രജിസ്റ്റർ ചെയ്തു. പോകാനൊക്കോ ഇല്ലെന്നും അറിയത്തില്ല, എന്നാലും മറ്റു സൗകര്യങ്ങളൊന്നും വരത്തില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ബുക്ക് ചെയ്തു. അങ്ങനെ അരുണിൻ്റെ ശ്രുതി എന്ന് പറഞ്ഞ വണ്ടിക്കകത്തിൽ ഞങ്ങൾ ആദ്യമായിട്ട് കൊട്ടിയൂർ പോയി. സാധാരണ ഇങ്ങനെയൊക്കെയുള്ള തീർത്ഥയാത്രകൾ വരും ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഞങ്ങൾ കേട്ടിട്ടുള്ളത് ഇങ്ങനെ തീർത്ഥയാത്രയ്ക്ക് പോയാൽ അവരങ്ങനെ അമ്പലത്തിൻ്റെ ഒപ്പിൽ അല്ലെങ്കിൽ അങ്ങനത്തോണ്ട് ഇറക്കി വിട്ടിട്ട് ഇത്ര സമയത്തിനകം തിരിച്ചു വരും എന്ന് പറയുന്നതാണ് കേട്ടിട്ടുള്ളത്. ചിലതിനകത്തൊക്കെ ഗൈഡായിട്ട് ആരെങ്കിലും കാണും എന്നും പറയുന്നുണ്ട്. അങ്ങനെ ആയിരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ട് ഞങ്ങൾ പോയതെങ്കിലും ഈ അരുൺ ഞങ്ങളുടെ കൂടെ, അരുണായിരുന്നു കോർഡിനേറ്റർ. അരുൺ കൂടെ ഞങ്ങളുടെ ഒരാളായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ നിന്ന് കാര്യങ്ങളെല്ലാം അരുണിന് അറിയാവുന്നതുകൊണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് കൂടെ നിന്ന് കൊട്ടിയൂരൊക്കെ 4-5 മണിക്കൂർ സമയം ഞങ്ങൾക്ക് കിട്ടി. കൊട്ടിയൂർ മാത്രമല്ല, പല അമ്പലം, ഒരു 4-5 അമ്പലങ്ങൾ വരെ ഞങ്ങൾ കയറി. എല്ലായിടവും നല്ലപോലെ സമയം എടുത്ത് തന്നെ തൊഴാൻ പറ്റുന്ന, എളുപ്പം വരണം 1/2 മണിക്കൂറോ 1 മണിക്കൂറോ എന്നൊക്കെ പറഞ്ഞെങ്കിലും പോയയിടത്തൊക്കെ നല്ല സമയം എടുത്ത് തൊഴാൻ പറ്റി. പിന്നെ ഇങ്ങനെ പോകുമ്പം സത്യം പറഞ്ഞാൽ വരുന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എല്ലാ അമ്പലങ്ങളും നമുക്ക് സമയത്തൊന്നും ചെല്ലാൻ ഈ 3-4 അമ്പലങ്ങൾ ഇച്ചിരി ദൂരെയുള്ള അമ്പലങ്ങൾ നമുക്ക് കയറി വരുമ്പോഴേ എല്ലായിടവും നമുക്ക് അമ്പലം നട തുറന്നും കണ്ടു തൊഴാനൊക്കത്തില്ല. എങ്കിലും 1-2 സ്ഥലത്തേ ഉള്ളൂ ഞങ്ങൾക്ക് അങ്ങനെ നട തുറന്ന് കയറി കാണാനൊക്കെ. അത് ബാക്കിയുള്ളതൊക്കെ നട തുറന്ന് കയറി തൊഴുത് വഴിപാടുമൊക്കെ കഴിച്ച് പോരാനെത്തും. ഞങ്ങൾ പോയത് 29 പേരുള്ള ഒരു ടീമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. എല്ലാവരും പരസ്പരം നല്ല സഹകരണത്തോടെയാണ്, ഒരു വീട്ടിലെ പോലെ തന്നെ ഞങ്ങൾ ആ 2 ദിവസം യാത്രയിൽ നല്ലപോലെ എൻജോയ് ചെയ്താണ് പോയത്. തീർത്ഥാടനത്തിനാണ് പോയെങ്കിലും നല്ലപോലെ എൻജോയ് ചെയ്താണ് പോയത്. ഞങ്ങളുടെ യാത്രയിൽ ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റം ഞങ്ങൾ ഈ വള്ളികുന്നം മുതൽ വടക്ക് ചേർത്തല വരെയുള്ള ആൾക്കാർ ഇതിനകത്തുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ തീർത്ഥാടന യാത്രയിലുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് വൈകുന്നേരത്തെ 6 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ കയറിയത് വള്ളികുന്നത്താണെങ്കിലും മാവേലിക്കരയിലാണ് കയറിയത്. വൈകുന്നേരത്തെ 6 മണിയായപ്പോഴത്തേക്ക് അവിടെ നിന്ന് കയറി. രാത്രി മൊത്തം യാത്രയായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങേന്ന് വഴിയിലൊരിടത്ത് ഞങ്ങൾക്ക് ഒന്ന് ഫ്രഷാകാനുള്ള അവസരം കിട്ടി. അവസരം അവർ ശരിയാക്കി തന്നു. അവിടെ ചെന്ന് കുളിച്ച് ഒന്ന് ഫ്രഷായി ഞങ്ങൾ നേരെ കൊട്ടിയൂരേക്ക് പോയി. രാവിലെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പം തിരക്ക് ഇച്ചിരി കുറയുന്നു. അതിരാവിലെയുള്ള സമയമുണ്ട്. ഞങ്ങളുടെ 6 മണിയൊക്കെ 6:30 കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എത്തി. അപ്പോൾ അതിലുള്ള സമയമുണ്ട്. റോഡിലും വലിയ തിരക്കില്ലായിരുന്നു. അമ്പലത്തിലും തിരക്ക് കുറവായിരുന്നു എന്ന് പറയാം. ഞാൻ നേരത്തെ ഉള്ള തിരക്കിനെ കുറിച്ച് അറിയത്തില്ല, എന്നാലും തിരക്ക് കുറവാണ്. ഞങ്ങൾ ക്യൂ നിന്നാലും പോയില്ല. കാരണം ക്യൂ നിന്നാൽ താമസം വരുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ക്യൂ നിന്നില്ല. അതിന് ചുറ്റി തൊഴുമ്പം തന്നെ വെളിയിൽ നിന്ന് നല്ല ഭംഗിയായിട്ട് ഇത് കണ്ട് അവിടുത്തെ വിഗ്രഹം കണ്ട് നമുക്ക് തൊഴാൻ പറ്റും. അങ്ങനെയാണ് തൊഴുന്നത്. വാളും ഒക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് കാണാം. അങ്ങനെയാണ് ഞങ്ങൾ തൊഴുന്നത്. ക്യൂ നിന്ന് തൊഴാൻ മെനക്കെട്ടില്ല. കാരണം അത്രയും നേരം നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ക്യൂ നിന്നില്ല, അല്ലാതാണ് തൊഴുന്നത്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് ക്യൂ നിൽക്കുകയും അങ്ങനെ കയറി തൊഴുകയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് 4-5 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു. ഞങ്ങൾ 6 മണി 7 മണിയായപ്പോഴത്തേക്ക് ചെന്ന് ക്യൂയിൽ കയറിയെങ്കിലും ഒരു 12:30 മണിയൊക്കെ എല്ലാവരും തൊഴുതിറങ്ങി തിരിച്ചത് വണ്ടിയൊക്കെ കയറിയപ്പോഴേ. അപ്പോൾ അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും എല്ലാം തൊഴുതിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എനിക്കൊന്ന് ഇക്കരെ കൊട്ടിയൂരായിരുന്നു കൂടുതൽ തിരക്കെന്ന് തോന്നുന്നുണ്ട്. കാരണം അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ. ഞങ്ങൾ കുളിച്ചിട്ട് ഫ്രഷായിട്ടൊക്കെയാണ് എന്നെങ്കിൽ തന്നെയും മാവേലിപ്പുഴ ഒന്ന് കുളിച്ചാണ് വീണ്ടും അമ്പലത്തിൽ കയറിയത്. പിന്നെ ഈ തൊഴുത് വരുമ്പം പലരും നേരത്തെ പോയിരുന്ന പലരും പറഞ്ഞ അനുസരിച്ചാണ് ഞങ്ങൾ പുറമേ തൊഴുത് വന്നത്. അകത്ത് ആ ക്യൂവിനകത്ത് കയറിയാൽ ഇത്രയും നേരം ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതി അത്ര ശരിയല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ക്യൂ നിൽക്കാൻ മെനക്കെടാതെ കണ്ടു തൊഴുത്താണ് വന്നത്. പിന്നെ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിച്ചു. വഴിപാടുന്നതിന് പ്രത്യേകിച്ചില്ല, പ്രസാദം അരവണയും അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അവിടുത്തെ സ്ഥാനികൾ അവിടെ തന്നെ താമസമുണ്ട്. താമസിക്കുന്നവരവിടെ തന്നെയാണ്. ഇത്രയും താൽക്കാലികമായ കയ്യാലെന്നോ നല്ല
അമ്പലത്തിൽ എന്താണ് അതിന് പറയുന്ന പേരറിയത്തില്ല, എന്തോ ഒരു പേരുണ്ട്. അവിടെയാണ് അവർ താമസിക്കുന്നത്. ഈ എത്രയും ദിവസം വേണ്ടി അത്ര ദിവസം മാത്രം, അത് കഴിയുമ്പോൾ ഇതെല്ലാം അവിടെ നിന്ന് പൊളിച്ച് കളയുമെന്നാണ് പറയുന്നത്. നമ്മൾ കൊട്ടിയൂർ പോകുന്നവരെല്ലാം കൊട്ടിയൂർ അമ്പലത്തിൽ പോയി തൊഴുതു, തിരക്കായിരുന്നു, മഴയായിരുന്നു, രാവിലെ കുളിച്ചു എന്നൊക്കെ പറയുന്നതല്ലാണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അവിടെ ഉള്ളതായിട്ട് നമുക്ക് പുതിയൊരറിവാണ്. നമ്മളങ്ങനെ വീഡിയോയിലെങ്ങും കണ്ടായിട്ട് ഓർക്കുന്നില്ല ഞാൻ ഇങ്ങനെ സംഭവങ്ങളൊന്നും. അമ്പലം തിരക്കും ശീവേലിയും ഒക്കെ വീഡിയോകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഞങ്ങൾക്കൊരു പുതിയൊരു അറിവാണ് ഇങ്ങനെയുള്ള സംഭവം അതിനകത്തുണ്ടെന്നുള്ളത്. അത് ശീവേലി കണ്ട് തൊഴണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ചെന്ന സമയത്ത് അതിന് സമയം അല്ലാത്തതുകൊണ്ട് ശീവേലി കണ്ട് തൊഴാൻ പറ്റിയില്ല. ഞങ്ങൾ ഇന്ന് വാവലിപ്പുഴ കുളിച്ചിട്ട് ആദ്യം അക്കരെ കൊട്ടിയൂരാണ് തൊഴുന്നത്. ആ തൊഴിലും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇക്കരെ കൊട്ടിയൂരിന് വന്നത്. അപ്പോൾ ഇക്കരെ കൊട്ടിയൂരിന് വരുന്ന വഴിയിൽ ഒരു കുറേ പാറകൾ ഇങ്ങനെ ഒന്നിന് മുകളിലായിട്ട് ഒന്നായിട്ട് അടുക്കി വെക്കുന്ന ഒരു സംഭവം കണ്ടു. അതിനകത്ത് എന്തോ ഒരു ഐതിഹ്യം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. പക്ഷേ എന്തോ ആണെന്ന് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാൻ സാധിച്ചില്ല. നിങ്ങൾക്ക് ആർക്കും അതിൻ്റെ ഐതിഹ്യം അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കണേ, ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കാമല്ലോ. എല്ലാ ദിവസവും രാത്രിയിലുണ്ട് ഇവിടെ ചാക്യാർകൂത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ അവകാശമാണ് ആ കുടിലിൽ കണ്ടത്. അവിടെ ഒരു മിഴാവും ഒക്കെ ഇരിപ്പുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ കല്ലടുക്കി വെക്കുന്ന സ്ഥലം തന്നെ. വരുന്നവരെല്ലാം അവിടെ ഇങ്ങനെ കല്ലടുക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്തെന്ന് അറിയത്തില്ല. ഇത് അക്കരെ കൊട്ടിയൂരിൽ നിന്ന് ഇക്കരെ കൊട്ടിയൂരേക്ക് പോകുന്ന വഴിക്കുള്ളതാണ് ഇത്രയും സംഭവം കാണുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ കണ്ട് ഇക്കരെ കൊട്ടിയൂരിന് പോവുകയാണ്. അവിടെ പോകുന്ന വഴിയിലൊക്കെ തിരക്ക് കുറവായിട്ടാണ് കണ്ടത്. അപ്പോൾ കണ്ടു. പക്ഷെ അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്കും നല്ല തിരക്കായി. ഇപ്പോഴത്തേക്കാൾ വലിയ തിരക്ക് അപ്പുറത്ത് കണ്ടു. ഇക്കരക്കൊട്ടിയൂർ അമ്പലം ഇത്രയും ദിവസം, വൈശാഖ മാസം അത്രയും ദിവസം ആ അമ്പലം അടച്ചിട്ട് അവിടുത്തെ ചൈതന്യത്തെ ആവാഹിച്ചാണ് അക്കരക്കൊട്ടിയൂർ കൊണ്ട് വെക്കുന്നതെന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത് കാണുന്നതാണല്ലോ. ഒന്ന് പറഞ്ഞതന്നേ ഉള്ളൂ ഇത് ഞാൻ. അവിടെ അമ്പലം അടച്ചിട്ടാണ് ഞങ്ങൾ കണ്ടത്. അകത്ത് കയറി ജസ്റ്റ് തൊഴുതിട്ട് പോന്നു എന്നേ ഉള്ളൂ. അവിടെ നമുക്ക് എപ്പോൾ വേണ്ടി ചെന്ന് കാണാമെന്നാണ് പറയുന്നത്, കയറി തൊഴാമെന്നാണ് പറയുന്നത്. വൈശാഖ മാസം നോക്കാതെ അല്ലാത്ത കയറി തൊഴാമെന്നാണ് പറയുന്നത്. അവിടുത്തെ പോകുന്ന സ്ഥലത്തെ കാട്ടിന് നടുക്കൂടാണ് പോകുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അങ്ങോട്ട് പോകുന്നതൊക്കെ. ആദ്യമായിട്ട് ഇതൊക്കെ പോയി കാണുമ്പോഴല്ലോ ശരിക്കും നല്ലൊരു അനുഭവമാണിത്. ഇതൊക്കെ കാണുമ്പം പിന്നെയും അവിടെ പോകണമെന്നുള്ള തോന്നലുണ്ടാകും നമുക്ക്. അടുത്ത വർഷം പറ്റിയാൽ പോകണം എന്ന ആഗ്രഹമുണ്ട്.
ആരോഗ്യസ്ഥിതി എങ്ങനെ ആയിരിക്കും എന്ന് അറിയത്തില്ല. ആരോഗ്യസ്ഥിതി വലിയ മോശമല്ലായിരിക്കുകയാണെങ്കിൽ അടുത്ത വർഷമൊക്കെ പോകണം. അത് ഈ അരുണിനെ തന്നെ കിട്ടിയാൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ആ കാര്യങ്ങൾ അതുപോലെ നമുക്ക് കാര്യമായിട്ട് നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. പല അമ്പലങ്ങളിലും കയറാനൊക്കെ അതിൻ്റെ കൂടെ പോയാൽ. അപ്പോൾ ഓരോ കൺസെപ്റ്റ് മാറി വരും. അതുപോലെ അരുണിൻ്റെ കൂടെ പോയാലുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്കിപ്പം എന്തെങ്കിലും നമ്മുടെ ഐഡിയാസ് ഏതെങ്കിലും സ്ഥലങ്ങൾ കാണാനും പറഞ്ഞാൽ എന്തെങ്കിലും ഐഡിയാസ് നമുക്കുണ്ടെങ്കിൽ പറയാമെങ്കിൽ അവിടത്തേക്ക് ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൂടി ആ ട്രിപ്പിനകത്ത് നമുക്ക് പോയാൽ നമുക്കിപ്പോൾ രാമേശ്വരത്ത് പോകണം, മധുരയിൽ പോകണം, നെല്ലിയാമ്പതി പോകണം, അങ്ങനെ എന്തെങ്കിലും ടൂർ പാക്കേജ് നമ്മൾ ഇതിൽ വരാൻ താല്പര്യം പറയാമെങ്കിൽ അവരത് കണക്കാക്കി അറേഞ്ച് ചെയ്ത് നമ്മളെ കൊണ്ടുപോകും. ആ ഒരു ട്രിപ്പിലുള്ള ആൾക്കാരെ കിട്ടിയാൽ അവർ കൊണ്ടുപോയിരിക്കും നമ്മളെ. വലിയ റേറ്റൊന്നും വലിയതായിട്ടൊന്നും ഫീൽ ചെയ്തില്ല ഞങ്ങൾക്കത്. കൊട്ടിയൂർ പോകുന്നവരെല്ലാം വാങ്ങിക്കുന്ന സാധനം എന്തെങ്കിലും ഓടപ്പൂവ്. ഞങ്ങൾക്ക് നേരത്തെ അവിടെ കൊട്ടിയൂർ പോയിട്ട് വന്നവർ 2 പ്രാവശ്യം ഓടപ്പൂ കൊണ്ട് തന്നിട്ടുണ്ട്. അന്നേരമൊക്കെ പോയി അവിടെ പോയി നേരിട്ട് പോകണമെന്ന് വാങ്ങിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നങ്ങ് സാധിച്ചില്ല. ഇപ്രാവശ്യം എന്നാലും പോവുകയും അവിടെ ചെന്ന് ഓടപ്പൂ കണ്ടപ്പം പല വലിപ്പത്തിലെയും പല സൈസിലെയും ഒക്കെ ആയിട്ട് കുറേ ഓടപ്പൂ ഞങ്ങൾ വാങ്ങിച്ചു. അവിടെയൊക്കെ പോയിട്ട് വരുമ്പോൾ വീട്ടിലൊക്കെ ഒരാൾക്ക് ഓരോന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ അത് കണക്കാക്കി ഞങ്ങൾ വാങ്ങിച്ചു. അത് ജോഡിയായിട്ടാണ് സാറിന് ഈ ഓടപ്പൂ വാങ്ങിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഓടപ്പൂവൊക്കെ അവിടെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ പോയ വണ്ടിയാണിത്, ശ്രുതി ട്രാവൽസ്. ഈ നിൽക്കുന്ന അമ്മയുണ്ടല്ലോ, 80 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. ആദ്യ കൈലാസത്തിൽ പോയിട്ടൊക്കെ വന്ന ആളാണ്. ഞങ്ങൾക്കൊക്കെ ഇത്രയും ഈ പ്രായത്തിൽ ഞങ്ങൾക്ക് തന്നെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഈ അമ്മ ഓരോ സ്ഥലങ്ങളിൽ ഫയർ പോലാണ് ഓടിപ്പോകുന്നത്. നമുക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നും. ഒരു അസൂയം തോന്നും കേട്ടോ ഈ പ്രായത്തിൽ ഇങ്ങനെ ഓടി നടക്കുന്നത് ഓർക്കുമ്പോൾ. നമുക്കൊക്കെ ഇപ്പോഴേ വയ്യ നടക്കാനും ഒന്നും ആ പരുവത്തിലാണ്. അങ്ങനെ ഞങ്ങൾ കൊട്ടിയൂർ യാത്രയും കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഞങ്ങളിങ്ങനെ പോയിട്ട് പിന്നെ ഒരു 4-5 അമ്പലം കൊണ്ട് വേറെ കണ്ടിട്ടുണ്ട്. അത് ഏതൊക്കെ അമ്പലങ്ങളാണെന്നുള്ള കാര്യം അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് ചെറുതായിട്ട് പോയ അമ്പലങ്ങൾ മാത്രം ചെറുതായിട്ടൊരു വീഡിയോ ഇടാം. അത് ചിലതൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അമ്പലങ്ങൾ. അല്ലാതുള്ളതിന് ചെറിയ വീഡിയോസായിട്ട് അധികം സമയം എടുക്കാതെ ചെറിയ വീഡിയോസായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. പോയ അമ്പലങ്ങൾ ഏതൊക്കെയെന്ന് അറിയാനും മാത്രം. അപ്പം നമുക്ക് ഇതുപോലത്തെ പുതിയ നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.